ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത നടൻ മോഹൻലാലിന് ആറ്റുകാൽ അംബ പുരസ്കാരം സമർപ്പിച്ചു. തന്റെ സിനിമാ ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങൾ ആറ്റുകാലമ്മയുമായി ഇഴചേർന്ന് കിടക്കുന്നതാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ഒരൊറ്റ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഉത്സവമായ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും അതിന്റെ ഗിന്നസ് റെക്കോർഡിനെക്കുറിച്ചും അന്യഭാഷാ സിനിമാ പ്രവർത്തകരോട് താൻ ഏറെ അഭിമാനത്തോടെയാണ് പറയാറുള്ളതെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. തന്റെ നാടിന്റെയും ക്ഷേത്രത്തിന്റെയും ഈ സവിശേഷത എക്കാലത്തും തനിക്ക് അഭിമാനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ 2 സംഭവങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1978 സെപ്റ്റംബറിൽ താൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ തിരനോട്ടം എന്ന ചിത്രത്തിന്റെ പൂജ നടന്നത് ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലായിരുന്നു. തുടർന്ന് മുടവൻമുകളിലെ വീടിന് മുന്നിലായിരുന്നു ആദ്യ ഷോട്ട് ചിത്രീകരിച്ചത്. അന്നത്തെ തന്റെ സഹപ്രവർത്തകരായ അശോക് കുമാർ, എസ് കുമാർ, സുരേഷ് കുമാർ എന്നിവരെയും അദ്ദേഹം വേദിയിൽ സ്നേഹത്തോടെ സ്മരിച്ചു. 1988 ഏപ്രിൽ 28 ഭാര്യ സുചിത്രയുടെ കഴുത്തിൽ താലി ചാർത്തിയതും ഇതേ പുണ്യസന്നിധിയിൽ വെച്ചായിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. തുടർന്നുള്ള വിവാഹ ചടങ്ങുകൾ നടന്നത് തിരുവനന്തപുരം ക്ലബിലെ സുബ്രഹ്മണ്യ ഹാളിലായിരുന്നു. കഴിഞ്ഞ 36 വർഷത്തെ തന്റെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്ഷേത്ര ട്രസ്റ്റ് ഉത്സവ ചടങ്ങുകളിലേക്ക് തന്നെ ക്ഷണിക്കാറുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടെന്നും ഇപ്പോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ പലതരത്തിലുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും താൻ ജനിച്ചു വളർന്ന നാട്ടിലെ താൻ ആരാധിക്കുന്ന ദേവിയുടെ പേരിലുള്ള ഈ പുരസ്കാരത്തെ അതിന്റെ ആത്മീയ ചൈതന്യം കൊണ്ട് തന്നെ ഏറ്റവും വിലമതിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. സന്താപനാശിനിയും ആനന്ദദായിനിയുമായ ആറ്റുകാലമ്മ ഈ നാടിനെയും നാട്ടുകാരെയും എന്നും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.